ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ 300 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്, എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനാണ്, നമ്മുടെ കൊൽക്കത്ത സെൻട്രൽ ബാക്കായ പ്രീതം കോട്ടാലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് നേരുക. എന്തായാലും ഒരു സമയത്ത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. കാരണം ലിസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു, ആരൊക്കെയാണ് ആ ഒരു മെമ്പേഴ്സ് കളിക്കാൻ പോകുന്നതെന്ന്. സോ ഇനിയും ഒരു സ്വാപ്പ് ഡീൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ തുടരും. ഒന്നെങ്കിൽ ഒരു ജനുവരി വരെയെങ്കിലും മാക്സിമം അദ്ദേഹം ഇവിടെ തന്നെ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിയൻ ലൂണ ക്ലബ്ബ് വിട്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അതിന് പേഴ്സണൽ എന്തോ റീസൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറുഗ്വേയിലേക്ക് പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു. സോ അതിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകണം, കാരണം നോവാ സദുവും കൂടി ഇല്ലാത്തൊരു സാഹചര്യമാണ്. സോ അഡ്രിയലിനും കൂടെ ഇല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് നല്ല രീതിയിൽ വീക്കാം. പഞ്ചാബ് FC പോലുള്ള ടീമിനെതിരെ 3 പോയിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ലീഗ് ഷീൽഡിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ടീം ഉറപ്പായിട്ടും ഫസ്റ്റ് മാച്ച് മുതലേ കളിച്ചു തുടങ്ങണം. സോ നമ്മളങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുക.